ഓസോൺ ബ്രേക്ക് വാട്ടർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്റർ വികസനത്തിന്റെ സാധ്യതാ പഠനത്തിന് ഉദ്യോഗസ്ഥ സംഘം പുന്നപ്രയിലെത്തി. വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാനും അമ്പലപ്പുഴ MLA H. സലാം നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദർശനം. ഓസോൺ ബ്രേക്ക് വാട്ടർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്റർ വികസനത്തിന്റെ സാധ്യതാ പഠനത്തിന് ഉദ്യോഗസ്ഥ സംഘം എത്തി. തീരദേശ മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ സ്ഥായിയായ മത്സ്യബന്ധന സാധ്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പുന്നപ്ര തീരത്തെ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സംഘത്തിന്റെ സന്ദർശനം. ഫിഷ് ലാൻഡിൽ സെന്റർ വികസിപ്പിക്കുന്നതിന് മന്ത്രി സജി ചെറിയാൻ, H. സലാം MLA എന്നിവർ കത്ത് നൽകിയിരുന്നു. തീരദേശ വികസന കോർപ്പറേഷൻ MD PI ഷെയ്ഖ് പരീദ്, നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് എഞ്ചിനീയർ MV വാമമൂർത്തി, ചീഫ് എഞ്ചിനീയർ TV ബാലകൃഷ്ണൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ജിയോ2 പോലെ തീരസംരക്ഷണം സംവിധാനം പ്രകൃതിയുടെയും തീരത്തിന്റെയും ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ തീരത്ത് നിന്ന് അധികം അകലെയല്ലാതെ വിധം സ്ഥാപിച്ച് ബ്രേക്ക് വാട്ടർ നിലയിൽ രൂപം കൊടുക്കും. തീരത്തെ എല്ലാ ഭാഗത്തു നിന്നും മത്സ്യബന്ധനം നടത്താൻ കഴിയുന്ന ഈ പദ്ധതി തീരദേശ വികസന കോർപ്പറേഷനാണ് നടപ്പാക്കുന്നത്. ഈ വർഷം 100 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത്. പുന്നപ്രയടക്കം തീരദേശ പ്രദേശത്ത് മൺസൂണിന് മുൻപ് സാധ്യതാ പഠനം നടത്തിയ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. തീരത്തും സമീപ സ്ഥലങ്ങളിലും എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ എന്നതും സാധ്യതാ പഠനത്തിൽ ഉൾപ്പെടുത്തും. ഇതിനുശേഷമാകും പദ്ധതി നടപ്പിലാക്കുക എന്ന് ഷെയ്ഖ് പരീദ് പറഞ്ഞു. അടുത്തിടെ കടൽക്ഷോഭമുണ്ടായ കപ്പക്കട പടിഞ്ഞാറ് നർബോനാക് തീരവും സംഘം സന്ദർശിച്ചു. H. സലാം MLA, പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി C. ഷാംജി, ധീവരസഭാ കരയോഗം പ്രസിഡന്റ് KD അഖിലാനന്ദൻ, സെക്രട്ടറി KR തങ്കജ, സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ജോൺസൺ പുത്തൻവീട് എന്നിവരും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെ ചർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ പുന്നപ്രയിൽ ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി അതിൻ്റെ സാങ്കേതിക ടീം ഇവിടെ എത്തിച്ചേർന്നത്. തീരദേശ വികസന കോർപ്പറേഷൻ്റെ ചുമതലയിൽ സംസ്ഥാനത്ത് 20 കേന്ദ്രങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മത്സ്യബന്ധനം സുഗമമാക്കാൻ കഴിയുന്ന കൂടുതൽ കേന്ദ്രങ്ങൾ സാധ്യമാക്കാൻ പറ്റുന്ന പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിക്കാൻ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മണ്ഡലത്തിൽ തോട്ടപ്പള്ളി ഹാർബറിൻ്റെ 150 കോടിയുടെ പദ്ധതി കേന്ദ്ര സർക്കാരിനെ സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ പ്രധാനപ്പെട്ടത് പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെൻ്ററാണ്. 89-ൽ അത് കമ്മീഷൻ ചെയ്ത ലാൻഡിംഗ് സെൻ്ററാണ്. പക്ഷേ കാലാന്തരത്തിൽ അത് തൊഴിലാളിക്ക് വള്ളം കയറ്റി പിടിക്കാൻ കഴിയുന്ന നിലയിൽ ഉള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ പൊങ്ങുവള്ളത്തിൻ്റെ തൊഴിലാളികൾ മാത്രം വന്ന് മീനിടുകയും വര അത്യാവശ്യം നെയ്യൊക്കെ ചെയ്യുന്ന രീതി മാത്രമാണ് ഇപ്പോൾ അവിടെ നടത്താൻ പറ്റുന്നത്. കടലിൻ്റെ സ്വഭാവത്തിൽ വന്ന വ്യത്യാസത്തിൻ്റെ കൂടി ഭാഗമായി സംഭവിച്ചൊരു കാര്യമാണ്. ഈ ടെക്നോളജി അനുസരിച്ച് പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെൻ്ററും ഒരു ഹാർബർ നിലയിൽ തന്നെ ഒരു ബ്രേക്ക് വാട്ടർ സിസ്റ്റം കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ കോർപ്പറേഷൻ്റെ ചുമതലയിൽ ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്ന കാര്യം. ചെല്ലാനം ഉൾപ്പെടെയുള്ള ബീച്ചുകൾ അത് ഡിസൈൻ ചെയ്ത ടെക്നിക്കൽ